ബലൂൺ മിസൈൽ. ഇതിനാവശ്യമുള്ള വസ്തുക്കൾ: 2 ബലൂണുകൾ, നൂൽ, സ്ട്രോ, പിന്ന്. ശരി, നമുക്ക് തുടങ്ങാം. സ്ട്രോയിൽ അല്പം ടേപ്പ് ഒട്ടിക്കുക. സ്ട്രോയുടെ ഉള്ളിലൂടെ നൂല് കടത്തിവിട്ട് പുറത്തെടുക്കുക. ഇനി ബലൂൺ ഊതി വീർപ്പിക്കുക. പൊട്ടിപ്പോകാതെ ശ്രദ്ധിച്ച് വീർപ്പിക്കണം. ഒരു കഷ്ണം ടേപ്പ് ഉപയോഗിച്ച് സ്ട്രോയും ബലൂണും കൂടി ഒട്ടിക്കുക. ബലൂൺ ഇപ്പോൾ പറക്കാൻ തയ്യാറായി കഴിഞ്ഞു. നൂലിന്റെ ഒരഗ്രം അല്പം ഉയരത്തിൽ കെട്ടുക. ഇപ്പോൾ ബലൂണിന്റെ പിടിവിടുക. ഓ, എന്ത് രസം! ബലൂൺ മിസൈല് പോലെ പോകുന്നത് കണ്ടോ? കാരണം ഇത് ന്യൂട്ടന്റെ സിദ്ധാന്തം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഓരോ പ്രവർത്തനത്തിനും തുല്യമായ ഒരു പ്രതിപ്രവർത്തനമുണ്ട് എന്നതാണത്. ബലൂണിലുള്ള വായു അതിവേഗം പുറത്തേക്ക് വന്ന് ബലൂണിൽ പ്രതിപ്രവർത്തനം നടത്തുന്നു. ബലൂണിനെ സ്വതന്ത്രമായി വിടുമ്പോൾ അത് എതിർഭാഗത്തേക്ക് പറന്നുയരുന്നു. ഈ രീതിയാണ് മിസൈൽ നിക്ഷേപിക്കുമ്പോഴും ഉപയോഗിക്കാറുള്ളത്. വിസ്മയിപ്പിക്കുന്ന വസ്തുതകൾ: സ്റ്റാർ ഫിഷിന് തലച്ചോറില്ല. തീപ്പെട്ടിക്കൊള്ളി ഉപയോഗിച്ച് മുട്ട ഉള്ളിലേക്ക് തള്ളുന്നത്. ഇതിന് നമുക്ക് എന്താണ് ആവശ്യം? നന്നായി വേവിച്ച ഒരു മുട്ട, മുട്ടയുടെ വലിപ്പത്തേക്കാൾ അല്പം ഒതുങ്ങിയ വായുള്ള ഒരു കുപ്പി, തീപ്പെട്ടി. പുറന്തോട് നീക്കിയ ഈ മുട്ട അല്പം വലുതാണ്. കുപ്പിയുടെ ഉള്ളിലേക്ക് ഇതിന് കടക്കാൻ പറ്റില്ല. പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ സൂത്രപ്പണി ശ്രദ്ധിച്ചോളൂ. തീപ്പെട്ടി ഉരച്ച് ഞാൻ ഈ കുപ്പിയുടെ ഉള്ളിലേക്ക് ഇടുകയാണ്. വേഗം പെട്ടെന്ന് കുപ്പിയുടെ മുകളിൽ മുട്ട വയ്ക്ക്. മുട്ട ഉള്ളിലേക്ക് ഇറങ്ങുന്നു, ഇറങ്ങുന്നു, ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ആഹാ! പക്ഷെ ഇത് എങ്ങനെയാണ് പുറത്തെടുക്കുക? അയ്യോ, ഇത് പുറത്തെടുക്കാൻ പറ്റില്ലല്ലോ. കാരണം ആദ്യം മുട്ട വയ്ക്കുമ്പോൾ കുപ്പിയുടെ ഉള്ളിലുള്ള വായുവിന്റെ സമ്മർദ്ദവും മുട്ടയുടെ ആകർഷണ ശക്തിയും തുല്യമായിരുന്നതിനാൽ മുട്ട അവിടെ തന്നെ ഇരുന്നു. തീപ്പെട്ടിക്കൊള്ളി കൊളുത്തി കുപ്പിക്കുള്ളിലേക്ക് ഇട്ടപ്പോൾ കുപ്പിയുടെ ഉള്ളിലുള്ള വായുവിന് ചൂടുപിടിച്ച് അതിന്റെ സമ്മർദ്ദം കുറഞ്ഞു പോകുന്നു. പുറമേയുള്ള വായുവിന്റെ സമ്മർദ്ദം കൂടുതലുള്ളതിനാൽ അത് മുട്ടയെ താഴേക്ക് കുപ്പിക്കുള്ളിലേക്ക് തള്ളിവിടുന്നു. വിസ്മയിപ്പിക്കുന്ന വസ്തുതകൾ: വൃക്ഷങ്ങളിൽ നിന്നും കടലാസ് നിർമ്മിക്കുന്നതിനേക്കാളും 70% കുറവ് ഊർജം മാത്രമേ 1 ടൺ കടലാസ് റീസൈക്കിൾ ചെയ്യുമ്പോൾ ചിലവാകുന്നുള്ളൂ. ഹൃദയമിടിപ്പിന്റെ അളവ്: ഇതിനാവശ്യമുള്ള വസ്തുക്കൾ: സെക്കൻഡ് സൂചിയുള്ള ഘടികാരം അല്ലെങ്കിൽ ഡിജിറ്റൽ ഘടികാരം. നിങ്ങളുടെ ഹൃദയമിടിപ്പ് അളക്കാൻ കഴിയും. മണിബന്ധത്തിലുള്ള രക്തനാളങ്ങളിൽ പിടിച്ചു നോക്കി ഇത് അളക്കാൻ കഴിയും. ഘടികാരം ഉപയോഗിച്ച് 1 നിമിഷത്തിൽ ഹൃദയം എത്ര തവണ തുടിക്കുന്നു എന്ന് കണക്കെടുക്കാം. പൊതുവെ 1 നിമിഷത്തിൽ 72 എന്നായിരിക്കണം ഹൃദയമിടിപ്പിന്റെ അളവ് ഉണ്ടായിരിക്കേണ്ടത്. ശരി, ഇപ്പോൾ നീ പൂന്തോട്ടത്തിന് ചുറ്റും 5 തവണ ഓടിയിട്ട് വാ. ഓ, ഇപ്പോൾ അവൾക്ക് വല്ലാതെ കിതയ്ക്കുന്നു. ഇപ്പോൾ ഹൃദയമിടിപ്പ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓ, നിന്റെ ഹൃദയം വളരെ വേഗം തുടിക്കുന്നു.
നീ ഇങ്ങനെ ഓടിയിട്ട് വന്നതുകൊണ്ട് നിന്റെ ഹൃദയമിടിപ്പ് മിനിറ്റിന് 120 ഉയർന്നിരിക്കുന്നു. കാരണം സാധാരണഗതിയിൽ മിനിറ്റിന് 72 തവണ നമ്മുടെ ഹൃദയം തുടിക്കുന്നു. ഇത് പ്രായത്തിനനുസരിച്ച് മാറും. നിങ്ങൾ എന്തെങ്കിലും കഠിനമായി ജോലി ചെയ്യുമ്പോൾ ഹൃദയം കഠിനമായി പ്രവർത്തിക്കുന്നു, രക്തത്തെ അതിവേഗം പമ്പ് ചെയ്യുന്നു. അപ്പോൾ ഹൃദയമിടിപ്പ് സാധാരണയായി ഉള്ളതിനേക്കാൾ വർദ്ധിക്കുന്നു. വിസ്മയിപ്പിക്കുന്ന വസ്തുതകൾ. ഒരു ജംബോ ജെറ്റിന്റെ ടാങ്കിൽ പൂർണ്ണമായും നിറച്ചിരിക്കുന്ന ഇന്ധനം ഉപയോഗിച്ച് ഒരു സാധാരണ കാറിന് 4 തവണ ലോകം ചുറ്റിവരാൻ സാധിക്കും. കുപ്പിയിൽ നിന്നും നീരുറവ. ഇതിനാവശ്യമുള്ള വസ്തുക്കൾ: ഒരു കുപ്പി, മഷിയില്ലാത്ത ബോൾ പോയിന്റ് പേനയുടെ റീഫിൽ, വെള്ളം. റീഫില്ലിന്റെ മുന കുപ്പിയുടെ ഉള്ളിൽ ശരിക്കും ഫിറ്റ് ആകുന്ന വിധത്തിൽ മുറിച്ചെടുക്കുക. കുപ്പിയുടെ റബ്ബർ അടപ്പിനുള്ളിൽ റീഫില്ലിന്റെ മുന കയറ്റുക. കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക. അടപ്പിൽ വിരൽ കൊണ്ട് നന്നായി അമർത്തുക. നിങ്ങൾ വിരൽ മുകളിലേക്ക് ഉയർത്തുമ്പോൾ റീഫില്ലിന്റെ മുനയിലൂടെ നീരുറവ പോലെ വെള്ളം പീച്ചിയടിക്കും. കാരണം നിങ്ങൾ അടപ്പിൽ അമർത്തുമ്പോൾ വെള്ളത്തിൽ സമ്മർദ്ദം ചെലുത്തപ്പെടുന്നു. നിങ്ങൾ വിരലെടുക്കുമ്പോൾ ആ സമ്മർദ്ദം കാരണം കുപ്പിയിൽ നിന്നും വെള്ളം അതിവേഗം പുറന്തള്ളപ്പെടുന്നു. വിസ്മയിപ്പിക്കുന്ന വസ്തുതകൾ. മനുഷ്യന്റെ അറിവിൽ കഠിനമായ വസ്തു വജ്രമാണ്. ഭൂതക്കണ്ണാടിയുടെ ശക്തി. ഇതിനാവശ്യമുള്ള വസ്തുക്കൾ: ഭൂതക്കണ്ണാടി, ചിറക്, കടലാസ്, തീപ്പെട്ടിക്കൊള്ളി. ഈ ഭൂതക്കണ്ണാടി വസ്തുക്കളെ വലുതാക്കി കാണിക്കുമെന്ന് മാത്രമല്ല, സൗരോർജം സംഭരിക്കുന്ന ഒരു വസ്തുവായും പ്രവർത്തിക്കുന്നു. ചിറകിന് മുകളിലായി ഇത് വെച്ച് നമുക്ക് പരീക്ഷിച്ചു നോക്കാം. ഞാൻ സൂര്യപ്രകാശം ചിറകിന് മുകളിൽ വീഴാൻ അനുവദിക്കുകയാണ്. നടുവിലുള്ള പ്രകാശബിന്ദു പരമാവധി ചെറുതായിരിക്കാൻ ശ്രദ്ധിക്കുക. ഓ, ഇതാ കത്തുന്നു. സൂര്യന്റെ ചൂടുകൊണ്ട് ചിറക് കത്തുന്നു. ഇനി നമുക്ക് കടലാസ് ഉപയോഗിച്ച് ചെയ്തു നോക്കാം. നിങ്ങളുടെ ദേഹത്ത് വെച്ച് പരീക്ഷണം നടത്തരുതേ. ഓ, കടലാസും കത്തുന്നു. കേന്ദ്രബിന്ദു ചെറുതായിരുന്നാൽ അതിന്റെ ശക്തിയും അധികമായിരിക്കും. ഇനി തീപ്പെട്ടിക്കൊള്ളിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം.
ഓ, ഇതിന് കൂടുതൽ ശക്തിയുണ്ട്. തീപ്പെട്ടിക്കൊള്ളിയും കത്താൻ തുടങ്ങിയല്ലോ. കാരണം ഭൂതക്കണ്ണാടി സൂര്യപ്രകാശത്തെ ഒരു കേന്ദ്ര ബിന്ദുവിൽ ശേഖരിക്കുന്നു. ഏറെക്കുറെ ഏതു വസ്തുവിനെയും തീപിടിപ്പിക്കാനുള്ളത്രത്തോളം ചൂട് തീക്ഷ്ണമായിരിക്കും. വിസ്മയിപ്പിക്കുന്ന വസ്തുതകൾ. കണ്ണാടി പൊട്ടുമ്പോൾ അതിന്റെ ചില്ലുകൾ മണിക്കൂറിൽ 3000 മൈൽ വേഗത്തിൽ വ്യാപിക്കുന്നു. ഹാങ്ങറിൽ ശബ്ദമുണ്ടാക്കൽ. ഇതിന് നമുക്ക് എന്താണ് ആവശ്യം? ഒരു സ്റ്റീൽ ഹാങ്ങർ, സ്റ്റീൽ സ്പൂൺ, നൂല്. ഏയ്, ഈ ശബ്ദം എങ്ങനെയുണ്ട്? മധുരമായ ശബ്ദമാണോ? അല്ല, നീ അതിൽ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ശബ്ദത്തിന്റെ അലകളെ വലിച്ചെടുത്ത് ശബ്ദത്തെ തടസ്സപ്പെടുത്തുന്നു. ഞാൻ ഈ നൂലെടുത്ത് സ്റ്റീൽ ഹാങ്ങറിന്റെ ഇരുവശത്തും കെട്ടാം. ശരി, ഇപ്പോൾ ഞാൻ ഒരു വശത്ത് ആദ്യം കെട്ടാൻ പോവുകയാണ്. ഇനി അടുത്ത വശത്തും കെട്ടാം. കയറിന്റെ മറ്റേ അറ്റം എന്റെ വിരലുകളിൽ ചുറ്റി ചെവിയിൽ വിരൽ വെക്കാൻ പോവുകയാണ്. ഹാങ്ങർ ശരിയായ രീതിയിൽ തൂങ്ങിക്കിടക്കട്ടെ. ഇനി ഹാങ്ങറിൽ സ്റ്റീൽ സ്പൂൺ ഉപയോഗിച്ച് തട്ടുക. ഓ, നല്ല ശബ്ദം കേൾക്കുന്നു. ഇപ്പോൾ നീയും കേട്ടുനോക്ക്. നീ തന്നെ ഹാങ്ങറിൽ തട്ട്. ഓ, എന്തൊരു മനോഹരമായ ശബ്ദം. കാരണം ശബ്ദത്തിന്റെ അലകൾ യാതൊരു തടസ്സവുമില്ലാതെ സഞ്ചരിച്ച് കമ്പനത്തിലൂടെ മധുരമായ ധ്വനി ഉണ്ടാക്കുന്നു. വിസ്മയിപ്പിക്കുന്ന വസ്തുതകൾ. മണിക്കൂറിന് 80 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന കാർ കാറ്റിന്റെ പ്രതിരോധത്തെ കടക്കാൻ അതിന്റെ പകുതിയോളം ഇന്ധനം ചിലവാക്കുന്നു. ഉപ്പും കുരുമുളക് പൊടിയും കൊണ്ട് നിശ്ചല വൈദ്യുതി. ഇതിനെന്തൊക്കെ വസ്തുക്കളാണ് ആവശ്യം? ഉപ്പ്, കുരുമുളക് പൊടി, പ്ലാസ്റ്റിക് സ്പൂൺ, കമ്പിളി വസ്ത്രം.
ആട്ടെ, ഉപ്പും കുരുമുളക് പൊടിയും കൊണ്ട് എന്താണ് ചെയ്യുന്നത്? അയ്യോ, നീ ഒരു കുസൃതി ചെറുക്കൻ തന്നെ. ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഒന്നിച്ചു ചേർത്തല്ലോ നീ. ഇത് ചേച്ചിയെ കുടുക്കിലാക്കാനുള്ള സൂത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. സാരമില്ല, എനിക്ക് സയൻസ് അറിയാം. ഇപ്പോൾ പ്ലാസ്റ്റിക് സ്പൂൺ കമ്പിളി വസ്ത്രത്തിൽ വെച്ച് ഉരയ്ക്കുക. എന്നിട്ട് സ്പൂൺ ആ മിശ്രിതത്തിനടുത്തേക്ക് സാവധാനം കൊണ്ടുപോവുക. ഇതാ, കുരുമുളക് പൊടിയെ പ്ലാസ്റ്റിക് സ്പൂൺ ആകർഷിക്കുന്നു. പ്ലാസ്റ്റിക്കിനെ കമ്പിളി വസ്ത്രത്തിൽ വെച്ച് ഉരയ്ക്കുമ്പോൾ നിശ്ചല വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. നെഗറ്റീവ് വൈദ്യുതിയുള്ള കുരുമുളക് പൊടിയെ പ്ലാസ്റ്റിക് സ്പൂൺ ആകർഷിക്കുന്നു. ഈ രീതിയിൽ എനിക്ക് കുരുമുളക് പൊടിയെയും ഉപ്പിനെയും വളരെ എളുപ്പം വേർതിരിച്ചെടുക്കാൻ സാധിക്കും. കാരണം കമ്പിളി വസ്ത്രത്തിൽ പ്ലാസ്റ്റിക് സ്പൂൺ കൊണ്ട് ഉരയ്ക്കുമ്പോൾ അതിന് നെഗറ്റീവ് വൈദ്യുതി ലഭിക്കുന്നു. ഉപ്പും കുരുമുളക് പൊടിയും പോസിറ്റീവ് വൈദ്യുതി ഉള്ളവയാണ്. അവ സ്പൂണിലുള്ള നിശ്ചല വൈദ്യുതിയിലേക്ക് സ്വാഭാവികമായും ആകർഷിക്കപ്പെടുന്നു എന്നതാണ് ഇതിന്റെ സാരം. ഉപ്പിന്റെയും കുരുമുളക് പൊടിയുടെയും മിശ്രിതത്തിൽ സ്പൂൺ വെച്ച് സാവധാനം ഉരയ്ക്കുമ്പോൾ കുരുമുളക് പൊടി പറന്നു ചെന്ന് അതിൽ പോയി ഒട്ടിപ്പിടിക്കുന്നു. ഉപ്പ് ഒട്ടിപ്പിടിക്കാതെ എന്തുകൊണ്ടാണ് കുരുമുളക് പൊടി മാത്രം പറ്റിപ്പിടിക്കുന്നത്? കുരുമുളക് പൊടിയുടെ കണികകൾ ഉപ്പിന്റേതിനേക്കാൾ ലഘുവായതിനാൽ അവ അതിവേഗം ചെന്ന് സ്പൂണിൽ ഒട്ടിപ്പിടിക്കുന്നു. സ്പൂൺ ഈ മിശ്രിതത്തിനരികിൽ കൊണ്ടുവന്നാൽ ഘനം കൂടുതലുള്ള ഉപ്പും കുരുമുളക് പൊടി പോലെ തന്നെ ഒട്ടിപ്പിടിച്ചുകൊള്ളും. വിസ്മയിപ്പിക്കുന്ന വസ്തുതകൾ. കടലാസ് എത്ര വലുതായിരുന്നാലും എത്ര ഭാരമുള്ളതായിരുന്നാലും പകുതിയായി 7 തവണയിലധികം അതിനെ മടക്കാൻ പറ്റില്ല. നിശ്ചലാവസ്ഥ. ആവശ്യമുള്ള വസ്തുക്കൾ: ഗ്ലാസ്, നാണയത്തുട്ടുകൾ, കാർഡ്ബോർഡ്. ഞാൻ ഈ ഗ്ലാസിന് മുകളിലായി കാർഡ്ബോർഡ് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഈ നാണയത്തുട്ട് വെക്കുകയാണ്. ഇപ്പോൾ കാർഡ്ബോർഡിൽ അതിവേഗം തട്ടണം. കണ്ടോ, കാർഡ്ബോർഡ് പുറത്തു പോകുന്നു. നാണയത്തുട്ട് അകത്ത് വീണു. ശരി, ഇപ്പൊ നീ ചെയ്തു നോക്ക്. ശ്രദ്ധിച്ചു വേണം, കാർഡ്ബോർഡിൽ തിരശ്ചീനമായി വേണം തട്ടാൻ. അയ്യോ, ഒന്നുകൂടി ചെയ്തു നോക്ക്. അങ്ങനെയല്ല, ഒരു വശത്തു നിന്നും അങ്ങനെ തട്ടരുത്. നിൽക്ക്, ഞാൻ നിനക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓ, വളരെ എളുപ്പമാണിത്. ഇവിടെ നാം ന്യൂട്ടന്റെ ഭൂഗുരുത്വാകർഷണ ശക്തിയുടെ ആദ്യത്തെ സിദ്ധാന്തം തെളിയിച്ചിരിക്കുകയാണ്. കാരണം നാണയത്തുട്ടിന് ഭാരമുണ്ട്, അത് അനങ്ങാതെ നിശ്ചലാവസ്ഥയിലാണ്. നിങ്ങൾ കാർഡ്ബോർഡിൽ അതിവേഗം തട്ടുമ്പോൾ നാണയം അതിന്റെ ഭാരം കാരണം താഴെ വീഴുന്നു. വിസ്മയിപ്പിക്കുന്ന വസ്തുതകൾ.
ഒക്ടോബർ 10 ദേശീയ മെട്രിക് ദിനമായി ആചരിക്കപ്പെടുന്നു. അരിയും പന്തും. ഇതിന് നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ: അരി, ജാർ, പന്ത്. ഒരു ജാറിൽ അല്പം അരിയെടുക്കുക. അതിനു മുകളിൽ പന്ത് വയ്ക്കുക. ഇനി അതിന്റെ മുകളിൽ ധാരാളം അരിയിട്ട് നിറയ്ക്കുക. പന്ത് പൂർണ്ണമായും മറഞ്ഞിരിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് പന്ത് കാണാൻ പറ്റുന്നില്ല അല്ലേ? ജാർ എടുക്കാതെ, അരിയിൽ തൊടാതെ നിങ്ങൾക്ക് പന്ത് മുകളിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ? മോളിക്യുലർ സ്പേസ് എന്ന സിദ്ധാന്തം നിങ്ങൾക്കറിയാമെങ്കിൽ അത് വളരെ എളുപ്പമാണ്. ജാർ അതിവേഗം കുലുക്കുക. മുകളിലേക്ക് ഉയർത്തരുത്. ഓ, ദാ പന്ത് മുകളിലേക്ക് വരുന്നു. കാരണം അരിമണികൾക്കിടയിൽ ചെറിയ വിടവേ ഉള്ളൂ. നിങ്ങൾ കുലുക്കുമ്പോൾ ആ വിടവുകൾ കമ്പനങ്ങൾ കൊണ്ട് നിറയുന്നു. അങ്ങനെ വിടവ് നിറയുമ്പോൾ അത് പന്തിനെ മുകളിലേക്ക് തള്ളി നീക്കുന്നു. വിസ്മയിപ്പിക്കുന്ന വസ്തുതകൾ. സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ചൂടുള്ള ഗ്രഹമായ വ്യാഴത്തിന്റെ ഉപരിതല ഊഷ്മാവ് 864 ഫാരൻഹീറ്റ്, അതായത് 462 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് കരുതപ്പെടുന്നത്. കുപ്പിയും രൂപാനോട്ടും. നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ: ഒരു 100 രൂപ നോട്ട്, വെള്ളം നിറച്ച 500 മില്ലിയുടെ കുപ്പി. ദേ, ഈ 100 രൂപ നോട്ട് നിനക്ക് വേണോ? അത്ര എളുപ്പം ഞാനിത് നിനക്ക് തരില്ല. നീ വേണമെങ്കിൽ ജയിച്ചിട്ട് വാങ്ങിച്ചോ. ശരി. ഇപ്പോൾ ഈ നോട്ടിന്റെ പുറത്താണ് കുപ്പിയിരിക്കുന്നത്. നീ എടുത്തോ, പക്ഷെ കുപ്പിയിൽ തൊടരുത്. നിനക്ക് വേണമെങ്കിൽ നോട്ടിൽ തൊടാം, പക്ഷെ കുപ്പി താഴെ വീഴുകയും അരുത്. അയ്യോ, ഈ നോട്ട് നിനക്ക് കിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഞാനിത് ചെയ്തു കാണിക്കാം. മേശപ്പുറത്ത് തട്ടിക്കൊണ്ട് നോട്ട് മെല്ലെ വലിച്ചെടുക്കണം. നീ നന്നായി ചെയ്തല്ലോ. കാരണം ഓരോ തവണയും മേശപ്പുറത്ത് തട്ടുമ്പോഴുണ്ടാകുന്ന കമ്പനം കാരണം കുപ്പി സാവധാനത്തിൽ ചാടുന്നു. അപ്പോൾ കുപ്പിക്കും നോട്ടിനും ഇടയിൽ ഒരു ചെറിയ വിടവുണ്ടാകുന്നു. അപ്പോൾ നോട്ട് നമുക്ക് മെല്ലെ വലിച്ചെടുക്കാം. വിസ്മയിപ്പിക്കുന്ന വസ്തുതകൾ. ഒരു ചീവീടിന്റെ കാൽമുട്ടിന് താഴെയായിട്ടാണ് അതിന്റെ ചെവികൾ ഉള്ളത്.